നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായി പ്രിയ കർത്തദാസന് ദൈവം ഒരുക്കിയ വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നടന്നു വരികയാണ്. അനേകർക്ക് പല അത്ഭുതങ്ങളും വിടുതലുകളും സംഭവിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് കർത്തദാസൻ പ്രിയ ദേവദാസനോട് ചില കാര്യങ്ങളെ ഓർമ്മിപ്പിക്കാനിടയായി. ശ്രദ്ധിക്കണം, ഇങ്ങനെ ചില താക്കീതുപോലെ ചില കാര്യങ്ങളെ പറയുവാനിടയായി. പ്രിയ ദേവദാസൻ അത് ഏറ്റെടുക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവമേ, അതിനെ ആ അനർത്ഥങ്ങളൊന്നും വരാതെ വണ്ണം മാറിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം തൻ്റെ ജീവിതത്തിൽ ഒരുക്കിയിരുന്ന ആ അത്ഭുതം വന്ന പ്രതികൂലങ്ങൾ പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരും. പലപ്പോഴും ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് ആ പ്രതികൂലങ്ങൾ കാണുമ്പോൾ ഓടിപ്പോകുന്നവരെയാണ് പലരെയും നമുക്ക് ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ കർത്തദാസൻ അങ്ങനെ ഓടിപ്പോയില്ല. ആ വാക്കിൽ നിന്ന് കർത്തദാസൻ പറഞ്ഞ ആ വചനത്തിൽ നിന്ന് ദൂതനെ ഏറ്റെടുക്കുവാനിടയായി. ആ താക്കീതിനെ തൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തോടെ ഏറ്റെടുത്തു. ആ വന്ന പ്രതികൂലം തൻ്റെ ജീവിതത്തിൽ മാറിപ്പോവാനിടയായി. വലുതായിട്ട് വന്നത് ലഘൂകരിച്ച് കർത്താവ് മാറ്റിക്കൊടുത്തു. അത്ഭുതകരമായ സാക്ഷ്യത്തെ നമുക്കിപ്പോൾ കേൾക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ 27-ാം തീയതി കർത്തദാസൻ എന്നോടൊരു ദൂത് പറയുവാനിടയായി. വാഹനം ഓട്ടിച്ചു പോകുമ്പോൾ വാഹനം തെന്നി ചെന്ന് വീഴുന്നതായിട്ടൊക്കെ ദാസൻ വിളിച്ച് പറഞ്ഞ് സൂക്ഷിച്ചോ, ആ വാഹനം മാറ്റിക്കോ, വേറൊരു വാഹനം എടുക്കാനൊക്കെ ദേവദാസൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ദേവദാസൻ പറയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിനകത്ത് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ വണ്ടി മറിയുന്നതായിട്ടൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ദാസനെ, ഇതിനൊക്കെ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട്. സൂക്ഷിച്ചോളണം, വണ്ടി തെന്നി ചെന്ന് ഇടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, സൂക്ഷിച്ചോളണം വണ്ടി. അതുപോലെ തന്നെ ഈ വണ്ടി അങ്ങ് മാറ്റി വേറെ പുതിയ വണ്ടി എടുക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ഞാനത് ഉള്ളിലെടുത്ത് രാത്രി കാലങ്ങളിൽ പ്രാർത്ഥിക്കുന്നതായതുകൊണ്ട് ആ വിഷയം ഞാൻ രാത്രി ഞായറാഴ്ച രാത്രി ഇരുന്ന് ദൈവസന്നിധിയിലിരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുവാനിടയായി. ദൈവം എനിക്ക് പറഞ്ഞു തന്നത്, ഇന്ന് വണ്ടി നീ എടുക്കണ്ട, നിൻ്റെ മകനെ കൊണ്ടുവന്ന് വണ്ടി എടുക്കാൻ പറഞ്ഞു. ഞാനും എൻ്റെ മകനും കൂടി, എൻ്റെ മകന് ഇപ്പോൾ ഇവിടെ മധ്യയിലുണ്ട്. അപ്പോൾ മകൻ്റെ അടുത്ത് പറഞ്ഞ വണ്ടി നീ ഓട്ടില്, ഞാൻ ബാക്കി ഇരിക്കാന്ന് പറഞ്ഞ് നമ്മൾ ചാലക്കകത്ത് സാധനം എടുക്കുമ്പോൾ ഒരു ഫാൻ ക്ലാമ്പ് തിരക്കി നടക്കുന്നതാണ്. ഫാൻ ക്ലാമ്പ് നടന്ന് ചാലക്കകത്ത് മൊത്തം അവിടെ എല്ലാത്തിനും കൊണ്ട് തിരിച്ച് സാഫല്യത്തിലുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെങ്ങനെ വണ്ടി ഓടിച്ച് ജനറൽ ഹോസ്പിറ്റൽ വഴി നേരെ കയറി ആ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ആ ഫ്രണ്ടിൽ എത്തിയപ്പോഴേക്കും ഫ്രണ്ടിൽ പോയൊരു കാറ്, ആ കാറ് അവരവിടെ കൊണ്ടുവന്ന് ചവിട്ടിയതും ഞങ്ങളുടെ വണ്ടി ചെന്നിങ്ങനെ നിരങ്ങി ബ്രേക്ക് പിടിച്ചിട്ട് നിന്നില്ല. മഴയൊന്നുമില്ലായിരുന്നു, നല്ല ഉണങ്ങിയ സ്ഥലമാണ്. അതായത് ദേവദാസൻ പറയുന്ന 27-ാം തീയതി, ദേവദാസൻ പറയുന്ന 28-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ഇത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ടിൽ നടന്ന സംഭവമാണ്. ഇത് നേരെ ചെന്ന് ആ കാറിൻ്റെ ബാക്കിൽ ചെന്ന് ഇടിക്കുവാൻ ഇടയായി. ആ കാറിൻ്റെ ബാക്ക് ഭാഗം കുറേ പൊളിഞ്ഞ് ഏകദേശം അത് എങ്ങനെ പോയാലും ഒരു 10-40,000 രൂപയുടെ പണിയെങ്കിലും ഉണ്ടാകും. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഞങ്ങളിങ്ങനെ ഭാരപ്പെട്ട് അങ്ങനെ നിൽക്കുക. അപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു, ദൈവദാസൻ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ മകൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞില്ല വണ്ടി എടുക്കരുതെന്ന്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴത്തേക്കാണ് അവിടെ നിന്ന് ആൾക്കാർ, ഓട്ടോറിക്ഷക്കാർ വന്ന് ആദ്യം ഞങ്ങളുടെ പക്ഷം പറഞ്ഞ് അവർ ഇറങ്ങി വന്നൊരു മാതാവ് ഇറങ്ങി വന്നു, ഡ്രൈവർ ഇറങ്ങി വന്നു. നമ്മളെ കണ്ട ഉടനെ തന്നെ അവർക്ക് മനസ്സിലായി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്ന്. അപ്പോൾ ഞങ്ങൾ മാക്സിമം പിടിച്ച് നോക്കി, വണ്ടി നിന്നില്ല. അപ്പോൾ അവർക്ക് എന്നെ കണ്ടപ്പോൾ ഒരു വിശ്വാസിയാണ്, ആ മാതാവ് ഒരു വിശ്വാസിയാണ്. എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ആ മാതാവ് ലാസ്റ്റ് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞ്, അമ്മ എൻ്റെ കയ്യിൽ ഒരു രക്ഷയില്ല, നമുക്ക് കേസ് ഫയൽ എന്നുള്ളല്ലാതെ ഒന്നുമില്ല. അപ്പോൾ എന്നിട്ട് അതൊന്നും അവർ ശ്രദ്ധിച്ചില്ല. അവർ പുതിയ വാഹനമാണ്. അങ്ങനെ നിന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് അവർ തിരിച്ച് എൻ്റെ അടുത്തൊന്ന് കയറി തുടങ്ങി. അവരിങ്ങനെ അടിക്കാൻ വരുവാനും അസഭ്യം പറയാനൊക്കെ വന്നു. നമ്മളതൊന്നും കണക്കൂട്ടില്ല. ആ മാതാവും ആ ഡ്രൈവറും കൂടി ദൈവം ഇടപെട്ടു. എൻ്റെ അടുത്ത് പറഞ്ഞു, വണ്ടി എടുത്തിട്ടൊന്ന് പെട്ടെന്ന് പൊയ്ക്കോളാൻ. പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞ്. കാര്യം അവിടെ നിന്നവർ ആദ്യം എനിക്ക് പറഞ്ഞ്, രണ്ടാമതിൽ എനിക്ക് വിരോധമായി അവർ കൈ പൊക്കിയപ്പോൾ തന്നെ ആ മാതാവും
ആ ഡ്രൈവറും പറഞ്ഞ് കുഴപ്പമില്ല, വണ്ടി എടുത്തുകൊണ്ട് പെട്ടെന്ന് പൊയ്ക്കോളാം. അവിടെ ദൈവം എന്നെ കാത്തു പരിപാലിച്ച്. ഹല്ലേലൂയ. ദൈവദാസന് ഈ കാര്യം പറഞ്ഞതാ. ദൈവനാഥന് മഹത്വമുണ്ടാകട്ടെ. ആ വാഹനം ദൈവം അതിൻ്റെ സർവ്വ കുറവുകളും തീർത്തു കൊടുക്കട്ടെ എന്ന് ദൈവനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ മാതാവിനും ഡ്രൈവറിനും ദൈവം കൊടുത്ത ആ കൃപയും അനുഗ്രഹവും എന്നും ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നന്നായിട്ട് കരങ്ങളെ ചേർത്തടിച്ച് ഒരിക്കൽ കൂടി ആ ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? അമ്മേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ആ പ്രതികൂലത്തെ പലപ്പോഴും അമ്മേ ചുറ്റും നിന്നവർ തനിക്കെതിരായിട്ട് കൈ ഉയർത്തിയപ്പോൾ വലിയനെ ദൈവം സിംഹത്തിൻ്റെ വാ അടച്ചതുപോലെ ആമേ വ്യക്തി ജീവിതങ്ങളുടെ വാ അടയ്ക്കുകയും തനിക്ക് അനുകൂലമായി ദൈവം എഴുന്നേൽക്കുകയും ചെയ്തു. ആമേ ഹല്ലേലൂയ. താൻ എവിടെ മൗനമായി നിന്നോ അവിടെ ദൈവം പ്രവർത്തിച്ചു. ആമേ ഹല്ലേലൂയ. ആമേൻ. അത് മാത്രമല്ല, വിശ്വാസത്തോടെ കർത്തദാസൻ പറഞ്ഞ ആ വാക്കുകളെ ഏറ്റെടുക്കുകയും രാത്രി യാമങ്ങളിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ആമേ ഹല്ലേലൂയ. ഞാനൊന്നും കൂടി പറയട്ടെ, നാം പ്രാർത്ഥിക്കുന്ന ഓരോ നിമിഷവും ദൈവം ശ്രദ്ധ വെച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം ഏത് നിമിഷം പ്രാർത്ഥിച്ചാലും ആമേ, രാത്രിയാവട്ടെ പകലാകട്ടെ, നമ്മുടെ ഹൃദയം തുറന്ന് അപ്പാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തെ മധ്യത്തെയും ദൈവം പ്രവർത്തിക്കും. വിശ്വാസത്തോടെ നിങ്ങളുടെ ജീവിതത്തിലും ആമേ അനർത്ഥങ്ങൾ മാറിപ്പോകട്ടെ, പ്രതികൂലങ്ങൾ മാറിപ്പോട്ടെ. വലിയനെ ദൈവം ഇന്നും ജീവിക്കുന്നു. ആമേൻ. ദൈവം നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.